നമ്മൾ കമ്പുകളൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിൻ്റെ ഇല ഇതാ പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഇല ഉണ്ടാവാൻ ഒരു നുള്ള് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, അത് ഇതുപോലൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലപ്പുള്ളി രോഗമോ മഞ്ഞളിപ്പൊന്നും ഇല്ലാതെ മുരടിപ്പൊക്കെ മാറി നന്നായിട്ട് കറിവേപ്പ് നല്ലൊരു മരമാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുപോലെ കുറച്ച് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ നിൽക്കുന്ന പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനിതാ വിനാഗിരി ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് ലൂസാക്കി നേർപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കറിവേപ്പ് ചെടീൻ്റെ ചോട്ടിലാണെങ്കിൽ നിങ്ങൾ 1, 2, 3 തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മൊത്തം ചെടികൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വിനാഗിരി എടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ വെള്ളം, സാദാ പച്ചവെള്ളം ചേർത്ത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലെ കറിവേപ്പിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി ഇതുപോലെ ഉള്ളീൻ്റെ തൊലിയിട്ട് മണ്ണിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു വളം ഇതിൻ്റെ ചോട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോ കാണാൻ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.